നമ്മുടെ മന്ത്രി ജെ ചിഞ്ചുറാണി കൂടിയുണ്ട്. കൊല്ലം BS വിട നൽകുകയാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഇന്ന് BS നാം ഓർക്കുമ്പോൾ BS കേരളത്തിലുടനീളം അദ്ദേഹം സഞ്ചരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടവും അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടവും ഒക്കെ നാം ഇന്ന് ഓർക്കുകയാണ്. വളരെ ഉശിരോടുകൂടി, വളരെ വീരതയോടുകൂടി അദ്ദേഹം കേരളത്തിലെമ്പാടും ഓടി നടന്നത് നാം കണ്ടു. നമുക്കറിയാം, ചെറുപ്പകാലഘട്ടം മുതൽ പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി ഉയർന്നു വരുവാനും ഒട്ടേറെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും പലപ്പോഴും ജയിൽവാസം ഉൾപ്പെടെ അനുഭവപ്പെടുവാനും ഇപ്പോഴത്തെ പുതിയ തലമുറയെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ പുതിയ തലമുറയ്ക്കൊന്നും ഇതൊന്നും കാണുവാൻ മാത്രമേ പറ്റുന്നുള്ളൂ. പക്ഷേ നമുക്കറിയാം, നമ്മുടെ പഴയകാല നേതാക്കളായിരുന്ന ഒട്ടേറെ ആൾക്കാർ അവർ അനുഭവിച്ചിരുന്ന യാതനകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മരണത്തിലൂടെയൊക്കെയാണ് നമുക്കിന്ന് കണ്ടറിയുവാനും കേട്ടറിയുവാനും പുതിയ തലമുറയ്ക്ക് കഴിയുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കും. BS പോലെ മറ്റൊരാൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് BS മാത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഒട്ടേറെ രാഷ്ട്രീയ സമരങ്ങൾ കാണുവാൻ സാധ്യമായതാണ്. നമുക്കറിയാം, ഭൂമാഫിയകൾക്കെതിരെ അതോടൊപ്പം തന്നെ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുവാൻ സാധ്യമായ ഒരു രാഷ്ട്രീയ നായകൻ കൂടിയായിരുന്നു സഖാവ് BS. ഒരുപക്ഷെ BS ആ പ്രവർത്തനമായിരിക്കും കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒന്നടങ്കം ഇന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച ആ സമയം മുതൽ ഇതുവരെയുള്ളത് നോക്കിയാൽ റോഡിൻ്റെ ഇരുവശവും 10,000-കണക്കിന് ആൾക്കാർ കൂടുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. അത് മറ്റൊരു നേതാക്കന്മാർക്കും കിട്ടാത്ത തരത്തിലാണ് BS അത്തരത്തിലുള്ള ഈ വിയോഗത്തിലൂടെ ജനങ്ങളത് ഏറ്റെടുത്തുകൊണ്ട് ഒരു സങ്കടക്കടലായിട്ട് നമ്മുടെ കേരളത്തെ മാറ്റിക്കൊണ്ടാണ് BS മൃതശരീരവും കൊണ്ട് നമുക്കറിയാം ഇത്തരത്തിൽ ഒരു യാത്ര ആലപ്പുഴയിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും കൊല്ലം ജില്ലയിൽ വൻപിച്ച് അദ്ദേഹത്തിനെ കാണുവാൻ, ഒരു നോക്ക് കാണുവാൻ ആയിരങ്ങൾ കാത്തു നിൽക്കുന്നതാണ് നമുക്ക് ഈ രാത്രി 1 മണിയും 2 മണിയും ആയപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും BS ഈ വേർപാടിൽ എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓരോരുത്തർക്കും ഓരോ ഓർമ്മകൾ തന്നെയാണ്.